ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, ഈ ഏറ്റവും കൂടുതൽ വിശ്വാസ്യത വേണ്ട സ്ഥാപനങ്ങളിൽ ഒന്നാണ് PSC. അവിടെയാണ് ഈ സംശയങ്ങൾ ഉയരുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാർ, PSC എന്ന് പറഞ്ഞാൽ യുവജനങ്ങളുടെ പ്രതീക്ഷയാണ് സാർ, അവരുടെ ഭാവി പ്രതീക്ഷയാണ്. അത് കരിനിഴൽ വീഴുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാർ, കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും ഫലമില്ലാത്ത അവസ്ഥ, മുട്ടുകാലിൽ എഴഞ്ഞും ശയന പ്രദർശനം നടത്തിയും എന്നിട്ട് എന്തുണ്ടായി? വിദേശികൾ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വന്ന് ഇത് ചിത്രീകരിച്ച് അവർ രാജ്യത്തേക്ക് കൊണ്ടുപോയി സാർ. മുട്ടിലിഴയുന്നതും ശയന പ്രദർശനം നടത്തുന്നതും. അതായത് അവിടെ എന്ന് വെച്ചാൽ നമ്മളെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നഴ്സുകളും പോലീസിലേക്ക് കയറാനുള്ള അവരുടെ റാങ്ക് ലിസ്റ്റ് തീരുന്നതിന്റെ തലേ ദിവസം അവര് കാണിച്ച ആ വെപ്രാളം എല്ലാം വിദേശികൾ അതിൽ പകർത്തി കൊണ്ടുപോയതല്ലാതെ ഇവിടെ ഒന്നും സംഭവിച്ചില്ല സാർ. അപ്പൊ PSCയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ് സാർ, അത് അത്യാവശ്യമാണ്. ഞാൻ നിർത്തുന്നു. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ പ്രസന്നനാണ്, മാളയിൽ നിന്നാണ്. ശ്രീ പ്രസന്നൻ, ഈ PSCയെ കുറിച്ച് ഉയരുന്ന സംശയങ്ങൾ അത് വിശദമായ പരിശോധന നടത്തി അതിൽ കുറ്റക്കാരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അല്ലെങ്കിൽ അതിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനും PSCക്കുമില്ലേ? നമസ്കാരം സാർ. നമസ്കാരം. ഈ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അറിയാത്തവരായിട്ട് ഒരൊറ്റ ആൾ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരായാലും, LDF ആയാലും UDF ആയാലും ഇനി BJP ആയാലും ആര് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം. അതായത് പാർശ്വവർത്തികളെയാണ് ഇതിനകത്ത് കുത്തി നിറയ്ക്കുന്നത്. 21 പേരുടെ ആവശ്യമൊന്നുമില്ല. അവർ അത് ഇലക്ഷനിൽ സീറ്റ് കൊടുക്കാൻ പറ്റാത്തവര്, ഇലക്ഷനിൽ നിന്ന് തോറ്റവര്, അങ്ങനെയുള്ള ആൾക്കാരെ, പാർട്ടിയോട് കൂടുതൽ കൂറ് പുലർത്തുന്ന അങ്ങനെയുള്ള ആളുകളെ, കഴിവില്ലാത്ത ആളുകളെ ആണ് ഇതിനകത്ത് പലപ്പോഴും നിയമിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഇത് കാലങ്ങളായിട്ട് ഒരു 50 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. അതായത് ആളുകളെ തിരികെ ഭരിക്കുന്നവരുടെ, പ്രത്യേകിച്ച് ആളുകളെ, നോമിനികളെ തെരഞ്ഞെടുത്ത് അവരെ സ്ഥാനത്താക്കുമ്പോൾ പിന്നെ അവരെങ്ങനെ ഈ ഭരിക്കുന്നവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി ഭരിക്കണ്ടേ? അതായത് ഞാൻ ഒരു കാര്യം പറയാം. അതായത് ശരിക്കും പറഞ്ഞ ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഇവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശ്രിതരായിട്ട് ഇവർ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ തന്നെ ഭരിക്കുന്നവരുടെ ആശ്രിതരായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. വ്യക്തിത്വമുള്ളവരോ വ്യക്തിപ്രഭാവമുള്ളവരോ അതിൽ വളരെ കുറവെന്നുള്ള അഭിപ്രായമുണ്ട്. അതായത് എനിക്ക് ഇക്കാര്യത്തിൽ വളരെയധികം അമർഷമുണ്ട്. അതായത് ഇവരിൽ വിശ്വാസമില്ല ശരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് പാർട്ടിക്കാർ, ഇവരുടെ നിയമനം തന്നെ അങ്ങനെ ക്വാളിഫൈഡ് അല്ലാത്തവരെയാണ് നിയമിക്കുന്നത് പലരും. അപ്പൊ അതുകൊണ്ട് ആ സിസ്റ്റം ശരിയാക്കാനായിട്ട് കരളുറപ്പുള്ള ഭരണാധികാരികൾ വരണം. ഇത് പൊളിച്ച് താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ രമേശനാണ്, പാലക്കാട് നിന്ന്. രമേശ്, ഒരു മിനിറ്റ് ഒന്ന് ക്ഷമിക്കാൻ, നമുക്ക് വേഗത്തിൽ ചില യൂട്യൂബ് കമന്റുകൾ കൂടി ഒന്ന് വായിക്കേണ്ടതുണ്ട്. ഷിജു കിരിയത്ത്, നമസ്കാരം കിരൺ എന്ന് പറയുന്നു. ഗോമാതാജി പറയുന്നു, കഷ്ടപ്പെട്ട് PSC പരീക്ഷ എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നാലും ഓഫർ ലെറ്റർ ഇല്ല, ജോലി കിട്ടിയാൽ ശമ്പളം തുച്ഛം, ഗൾഫിൽ പോയി യുവാക്കൾ പണിയെടുത്താൽ നല്ല സാലറി കിട്ടും, മാറി ചിന്തിക്കാൻ തുടങ്ങണം യുവാക്കൾ എന്നൊക്കെ പറയുന്നു. അങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ ഗൾഫിൽ പോയി പണിയെടുക്കാമെന്ന് മാത്രമല്ല, PSC പരീക്ഷ വഴി നല്ല ജോലി കിട്ടുക എന്നുള്ളതും ആളുകളുടെ ആഗ്രഹമാണല്ലോ. അപ്പം നമ്മുടെ യൂട്യൂബിലേക്ക് ഒരു നിർദ്ദേശം കൂടി ഷിജു കിരിയത്ത് പറയുന്നു. പ്ലീസ് ടെൽ യുവർ യൂട്യൂബ് ടീം ടു അപ്ഡേറ്റ് പൊതുവേദി ഇൻ ഇറ്റ്സ് പ്ലേലിസ്റ്റ്, ഇറ്റ്സ് ഈസി ടു ക്യാച്ച് എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ ഉള്ള വിവരങ്ങൾ കൂടി അങ്ങനെ അതിനകത്ത് ഉണ്ട് എന്നാണ് എൻ്റെ ധാരണ. അതില്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൻ്റെ ടീമിനോട് ഉറപ്പായും പറയാം. ശ്രീ ഷിജു കിരിയത്ത്, ക്രെഡിബിലിറ്റി ഓഫ് PSC ഷുഡ് സസ്റ്റെയിൻ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ജയകുമാർ പറയുന്നു, സ്ഥിരം വിളിക്കുന്നവരെ ഒന്ന് ഒഴിവാക്കി ബാക്കിയുള്ളവർക്ക് അവസരം കൊടുത്താൽ നന്നായിരുന്നു സാറേ എന്ന് പറയുന്നു ജയകുമാർ. ശ്രീ ജയകുമാർ, നമ്മളങ്ങനെ ആളുകളെ നോക്കിയല്ല, ആളുകൾ നമ്മുടെ ലാൻഡ് ലൈനിലേക്ക് വിളിക്കുന്നതാണ്. ലാൻഡ് ലൈനിലേക്ക് വിളിക്കുന്ന ആളുകളെ നമുക്ക് സ്ഥിരം ആരെയും ഒഴിവാക്കണമെന്നില്ല. പുതിയ ആളുകൾക്കൊക്കെ വരുന്നവർക്കും എല്ലാം അവസരം, സ്ഥിരം ഇരിക്കുന്നവരാകുമ്പോൾ കുത്തിയിരുന്ന് അവർ വിളിച്ച് എടുക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോൾ നമുക്ക് വിളിച്ചിട്ട് നിങ്ങളിത് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ ഒരാളെ പറഞ്ഞു വിടുന്നത് ശരിയല്ല. അതുകൊണ്ട് നമുക്ക് ലാൻഡ് ലൈനിൽ വരുന്ന കോൾ നമ്മൾ എടുക്കുന്നു. അതിന് സ്ഥിരം വിളിക്കുന്ന ആളാണോ പുതുതായി വിളിക്കുന്ന ആളാണോ എന്നൊന്നും നമുക്കറിയില്ല ജയകുമാർ. അതുകൊണ്ട് താങ്കൾ അത് ക്ഷമിക്കണമെന്ന് താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ്. സ്ഥിരം വിളിക്കുന്നവരോടാണ് കാണാനില്ല എന്ന് പറയുന്നത്, വിളിക്കാത്ത നമ്മളെയൊന്നും തിരക്കാറില്ലെന്ന് ശശിധരൻപിള്ള പറയുന്നത്. ശശിധരൻപിള്ളയുടെയൊക്കെ കമൻറ്റുകൾ എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നു വിളിക്കുന്നവരെക്കാൾ കൂടുതൽ ദിവസം വായിക്കാറുണ്ട്. അതുകൊണ്ട് താങ്കൾ അങ്ങനെ കരുതേണ്ടതില്ല. കണ്ണുപൊട്ടൽ മാവിനെറിയും പോലെയാണ്, വായിച്ചാൽ വായിച്ചു അത്ര തന്നെ, മനുവാണെങ്കിൽ കമൻറ്റ് വായിക്കും ഉറപ്പ് എന്ന് പറയുന്നു. എന്നെ ഉദ്ദേശിച്ചാന്ന് തോന്നുന്നു. താങ്കൾ ഈ എഴുതിയ കമൻ്റ് അടക്കം വായിക്കുന്നു. ഇത് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും ശ്രീ ശശിധരൻപിള്ള? താങ്കൾ എനിക്കെതിരെ എഴുതുന്ന കമൻ്റ് അടക്കം ഞാൻ തന്നെ ഇവിടെ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് താങ്കൾ അതിൽ വിഷമിക്കേണ്ട. നമുക്കങ്ങനെ എതിരെഴുതിയോ അനുകൂലിച്ചെഴുതിയോ എന്നൊന്നും നമ്മുടെ വിഷയമേ അല്ല. മോശപ്പെട്ട രീതിയിൽ ആർക്കെതിരെ എഴുതരുതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളെ പുകഴ്ത്തണം എന്നുള്ളതൊന്നും അല്ല. ഏത് തരത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം എഴുതാം.
പെൻഷൻ ലഭിക്കുകയും വീണ്ടും ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന സർക്കാർ വിലക്ക് ഏർപ്പെടുത്തേണ്ടതാണ്. ചെറിയ തുകകളല്ല, വൻ ശമ്പളക്കാരെയാണ് ഇങ്ങനെ വൻ ശമ്പളത്തിൽ വീണ്ടും പെൻഷനും ശമ്പളവും കൊടുത്ത് നിർത്തിയെന്ന് സേവിയർ പറയുന്നു. അതൊരു ഗുരുതരമായ വിഷയം തന്നെയാണ്. പലപ്പോഴും സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ചാൽ അവർ ചിലപ്പോൾ അതിൽ അപൂർവം ചിലരൊക്കെ പ്രഗത്ഭരായിരിക്കും. ആ പ്രഗത്ഭരായ ആളുകളുടെ സേവനമൊക്കെ ചിലപ്പോൾ വേണ്ടിവരും. പക്ഷേ അവർക്ക് വീണ്ടും വലിയ തുക ശമ്പളം കൊടുത്ത് അവരെ നിലനിർത്തുമ്പോൾ അവസരം നഷ്ടപ്പെട്ടു പോകുന്ന ചെറുപ്പക്കാരായ ഒരുപാട് ആളുകളുണ്ട്. പ്രായമായവരുടെ സേവനം വേണം എന്നതോടൊപ്പം തന്നെ ചെറുപ്പക്കാരുടെ അവസരവും പ്രധാനം തന്നെയാണ്. കേരളത്തിൽ ഏതെങ്കിലും അന്വേഷണം ഇതുവരെ പൂർണ്ണതയിലെത്തിയിട്ടുണ്ടോ എന്ന് ഗോമാതാജി ചോദിക്കുന്നു. പലപ്പോഴും അന്വേഷണങ്ങളെ സംബന്ധിച്ച് അത്തരം ചില സംശയങ്ങൾ ജനങ്ങൾക്കുണ്ട്. പല അന്വേഷണങ്ങളും വേണ്ട ഫലപ്രാപ്തിയിലെത്തുന്നില്ല, ആ സമയത്തുണ്ടാകുന്ന ഒരു ആവേശത്തിനപ്പുറം എത്തുന്നില്ല എന്നുള്ളതുകൊണ്ട്. രഘുനന്ദനൻ പറയുന്നു, PSCയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇടപെടുന്നത് ശരിയല്ല. യുവാക്കൾക്ക് PSCയിലുള്ള വിശ്വാസം ഒരു കാരണവശാലും നഷ്ടപ്പെടരുത് എന്ന് രഘുനന്ദനൻ തിരുവില്ലാമൂരമാണ് പറയുന്നത്. പൊളിറ്റിക്കൽ സർവീസ് കമ്മീഷൻ എന്നാണ് ശശിധരൻപിള്ള പറയുന്നത്. ശിവൻ കാരോളിൽ പറയുന്നു, പാറ്റകൾക്ക് കേരളം പേടിയാണോ അതോ എന്ന് ചോദിക്കുന്നു. കേരളത്തിലും പാറ്റകളുണ്ട്, അടുക്കളയിലാണെന്ന് മാത്രമാണെന്ന് മറുപടി. ശിവശങ്കർ പറയുന്നു, ഹൈക്കോടതി അഴിമതിക്കെതിരെ നടപടി സ്വീകരിക്കണം, സ്വമേധയാ തന്നെ നടപടി സ്വീകരിക്കാൻ തയ്യാറാകണം. വല്ലപ്പോഴെങ്കിലും ജഡ്ജിമാർ ഇടപെട്ട നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്, ദയവായി പരിഗണിക്കണമെന്ന് പറയുന്നു. സന്തോഷ് പരിപ്പായി പറയുന്നു, PSC വിശ്വാസ്യത നഷ്ടപ്പെടില്ല. എല്ലാ മേഖലയിലും കള്ളന്മാരും കൊള്ളക്കാരുമുണ്ട്, പക്ഷേ അവരെ തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തുകയാണ് ഏറ്റവും അഭികാമ്യം. അതുതന്നെയാണ് വേണ്ടത്. എല്ലാ മേഖലയിലും അത്തരം ആളുകളുണ്ട്. അത് ഉണ്ടായാൽ അതിനെ സംരക്ഷിക്കുകയും ന്യായീകരിക്കുകയുമല്ല, കർശനമായ നടപടിയെടുത്ത് തിരുത്തൽ വരുത്തിയാൽ ജനത്തിന് ആ വിശ്വാസ്യത വീണ്ടെടുക്കാൻ കഴിയും. അങ്ങനെ അവരെ സംരക്ഷിക്കാൻ നോക്കുമ്പോഴാണ് ജനത്തിന് സംശയങ്ങൾ ഉയരുന്നത്. PSCയുടെ ഭരണം രാഷ്ട്രീയക്കാരനെടുത്ത് യോഗ്യതയുള്ള നിഷ്പക്ഷരായവരെ ഏൽപ്പിക്കുക, കോടതി മേൽനോട്ടം ചെയ്താൽ പോരെ എന്ന് നന്ദകുമാർ ചോദിക്കുന്നു. പ്രമോദ് നാണു പറയുന്നു, അഴിമതി നിയമസഭാംഗങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നു. PSC ടെസ്റ്റ് എഴുതി എല്ലാ കുട്ടികളുടെയും ജീവിതം പാഴായതല്ല, ഒരു ഗുണവുമില്ല എന്ന് ജയകുമാർ പറയുന്നു. അങ്ങനെയൊന്നുമില്ല ശ്രീ ജയകുമാർ. PSC ടെസ്റ്റ് എഴുതി വർഷം 30,000 മുതൽ 36,000 വരെ ആളുകൾക്ക് വരെ തൊഴിൽ ലഭിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് തൊഴിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തൊക്കെ ഒരുപാട് താരതമ്യേന മുൻ സർക്കാരുകളെ അപേക്ഷിച്ച് കൂടുതൽ പേർക്ക് തൊഴിൽ കിട്ടിയ കാലം കൂടിയാണ്. അതും നമ്മൾ ഈ കൂട്ടത്തിൽ ഓർക്കേണ്ട ഒന്നാണ് ജയകുമാർ. എന്തോന്ന് PSC സ്വകാര്യ മേഖലയില്ലായിരുന്നെങ്കിൽ കേരളത്തിലെ യുവാക്കൾ കൂട്ടാത്മഹത്യ ചെയ്യേണ്ടി വന്നതിനെ. 10-11 മണിക്കൂർ പണിയെടുത്താൽ യുവാക്കൾ കുടുംബം പോറ്റുന്നത് എന്ന് പറയുന്നത് ശശിധരൻപിള്ള പലപ്പോഴും അതാണ്. ഈ സ്വകാര്യ മേഖലയിലൊക്കെ പണ്ടൊക്കെ അങ്ങനെ, ഇപ്പോൾ തൊഴിൽ സുരക്ഷിതത്വം വലിയ വിഷയമായി നിൽക്കുകയാണ് എല്ലാ സ്വകാര്യ മേഖലയിലും. പുതിയ തൊഴിൽ കോഡൊക്കെ വന്നതോടുകൂടി ആളുകളെ പിരിച്ചുവിടുന്നതിനൊക്കെ കമ്പനികൾക്ക് കൂടുതൽ അധികാരം കിട്ടുന്ന തരത്തിലേക്കൊക്കെ നീങ്ങുകയാണ്. അത്തരത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആളുകൾ തൊഴിൽ സുരക്ഷിതത്വം കൂടുതൽ തേടി സർക്കാർ ജോലികളെ ആശ്രയിക്കാൻ തുടങ്ങുന്നത് സ്വാഭാവികമായ ഒരു പ്രക്രിയ കൂടിയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ച് ചേട്ടൻ ബാബയും അനിയൻ ബാബയുമായിരുന്നു എന്ന് പറയുന്നത് അജിത് കുമാറാണ് പറയുന്നത്. പ്രകാശൻ പിള്ള പറയുന്നു, കമ്മികൾ കാര്യമായി PSCയെയും അവരുടെ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, മംഗ്ലീഷിലൊക്കെയാണ് അദ്ദേഹം എഴുതിയത്. ദയവേത് ഒന്നുകിൽ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. PSC അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രീയത്തിന് അതീതമായ യോഗ്യതയുള്ളവരായിരിക്കണമെന്ന് പറയുന്നു. അജിത് കുമാർ പറയുന്നു, കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷവും ഭരണപക്ഷവും കേന്ദ്രത്തിനെതിരെ പ്രമേയം പാസ്സാക്കുന്ന പണിയായിരുന്നില്ലേ? രാജ്യത്ത് ഏറ്റവും കൂടുതൽ PSC മെമ്പർമാരുടെ സംസ്ഥാനം കേരളമാണ് എന്നത് പറയുന്നു. സന്തോഷ് പാരിപ്പള്ളി, സ്ഥിരം വിളിക്കുന്നവർക്ക് കോളുകൾ ലഭിക്കുന്നു, നിങ്ങളുടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നവരോട് പറയണം പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണമെന്ന് സന്തോഷ് പാരിപ്പായും പറയുന്നു. നമ്മളങ്ങനെ പുതിയ ആൾ പഴയ ആളെന്ന് വെച്ചല്ല, ഒരു കോള് 4 പേരെ നിർത്തും, അതിനകത്ത് ഒരാൾ പറഞ്ഞു കഴിയുമ്പോൾ കട്ടാകുമ്പോൾ അന്നേരം ആദ്യം വരുന്ന കോൾ എടുക്കുക, അല്ലാതെ നമ്മൾ സെലക്ട് ചെയ്ത ആളുകളെ കോൾ എടുക്കുന്ന രീതി നമുക്കില്ല. നമുക്ക് അങ്ങനെ കഴിയില്ല, അങ്ങനെ കോൾ എടുക്കാൻ. ലൈനിലേക്ക് വരുന്ന ആരാണ് വിളിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിട്ടൊന്നുമല്ല, വരുന്നു അവരുടെ പേര് പറയുന്നവരെ ഉൾപ്പെടുത്തുന്നു, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ അവിശുദ്ധ ബന്ധം കടകംപള്ളി ചെന്നിത്തല കൂടിക്കാഴ്ച എന്നൊക്കെ ഗ്ലാഡിയേറ്റർ, അത് ഇതുമായിട്ട് എന്താണ് ബന്ധമെന്ന് എനിക്ക് മനസ്സിലായില്ല. തൊഴിലവസരം ഉണ്ടെങ്കിലേ ജോലി കൊടുക്കാൻ പറ്റും, അത് ഉണ്ടാക്കേണ്ടത് ഓരോ ഗവൺമെൻറ്റിൻ്റെയും കടമയല്ലേ എന്ന് ശശിധരൻപിള്ള ചോദിക്കുന്നു. കഴിഞ്ഞ 10 വർഷം PSCയുടെ പ്രവർത്തനം മെച്ചപ്പെട്ടതായിരുന്നു എന്നതുകൊണ്ടാണോ മണിമല ഒന്നും പറയാത്തത് എന്നൊക്കെ ചോദിക്കുന്നു. എനിക്ക് തോന്നുന്നു കൃഷ്ണൻകുട്ടി മണിമലയെക്കുറിച്ചാണെന്ന് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല, അദ്ദേഹം വിമർശിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വിമർശിക്കുകയും കൂടി ചെയ്യുന്ന ആളാണ്. മോൻസക് പറയുന്നു, ഗവൺമെൻറ് ജോലി കിട്ടിയാൽ പണിയെടുക്കാതെ ശമ്പളം വാങ്ങാം, ഇതെല്ലാം നിർത്തി കരാർ അടിസ്ഥാനത്തിൽ ജോലികൾ ചെയ്യണം, അപ്പോൾ ഇവിടുത്തെ അഴിമതി നിർത്താൻ പറ്റും. അത് മോൻസക്കിൻ്റെ അപാര കണ്ടുപിടുത്തമായി പോയി. ശ്രീ മോൻസക്ക് തൊഴിലൊക്കെ പണിയെടുക്കാതെ തൊഴിലെടുക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ കർശനമായ വ്യവസ്ഥ കൊണ്ടുവരണം. അതിന് പകരം സ്ഥിരം ജോലി വേണ്ട, കരാർ ജോലി വേണം എന്ന് പറയുന്നത് അത് ഒരുമാതിരി മനുഷ്യൻ്റെ തൊഴിലാളിയുടെ അവകാശത്തിന് നേരെയുള്ള ഒരു കടന്നുകയറ്റമോ അല്ലെങ്കിൽ അത് മുതലാളിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു ഉത്തരമാണ് ശ്രീ മോൻസക്കിൻ്റേത്. താങ്കൾ അങ്ങനെ അത്തരത്തിൽ ചിന്തിക്കുന്നത് പോലും ശരിയല്ല എന്ന് താങ്കളോട് ചൂണ്ടിക്കാണിക്കുകയാണ്. എന്തായാലും ശ്രീ രമേശാണ് പാലക്കാട് നിന്ന്. ശ്രീ രമേശ്, താങ്കൾ പറഞ്ഞോളൂ. യെസ് കിരൺ ഭായ്, ഞാൻ പറയുന്നത് PSC കംപ്ലീറ്റ് കോമഡിയാ. എന്റെ എക്സ്പീരിയൻസിൽ തന്നെ ഇപ്പോ എന്റെ റിലേറ്റീവ് അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിൽ
ജോലി PSC എഴുതി കിട്ടിയത് മുഴുവൻ ചോപ്പന്മാരാണ്. ഞാൻ ചോപ്പെന്ന് പറയുന്നതുകൊണ്ട് തെറ്റായിട്ടൊന്നും എടുക്കരുത്, കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോ ഇതൊരു നിങ്ങൾ കുറച്ചു മുൻപ് കമന്റ് വായിച്ചിരുന്നു, PSC ഉദ്യോഗസ്ഥർക്കിടയിലുള്ള അങ്ങനെയുള്ള ആൾക്കാരെ മാറ്റി നിർത്തുന്നു. അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ അധ്യാപക സംഘടനകളാണെങ്കിലും കൂടുതലും ഇടതുപക്ഷ സംഘടനകളാണ് കൂടുതലുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.